കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹ്യത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 20ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ 20 എപ്പിസോഡോളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറും 51 ചാപ്റ്റേഴ്സ് മാത്രമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 എപ്പിസോഡിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹ്യം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയും. അതായത് സീസൺ 1. സീസൺ 2 ഇതുവരെ റിലീസായിട്ടില്ല. സീസൺ 2 റിലീസ് വന്നിട്ട് നമ്മുടെ ഞാൻ നിമിഷം ചെയ്യുന്ന പോലെ എല്ലാ വീക്കിലി ആയിരിക്കും ചാപ്റ്റേഴ്സ് വരാൻ പോകുന്നത്. അങ്ങനെ വീക്കിലി എപ്പിസോഡായിട്ടായിരിക്കും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഏകദേശം ഒരു 20 എപ്പിസോഡിനുള്ളിൽ തന്നെ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹയും കംപ്ലീറ്റ് ആകുന്നതാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കണ്ട കാര്യം നിങ്ങളുടെ ലൈക്ക് ഒക്കെ ഇപ്പോൾ കുറച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആക്കുകയും ചെയ്ത് നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുറക്കുന്ന നേരത്ത് അവളൊന്ന് ഞെട്ടി. എന്നിട്ട് അവളുടെ നേരെ വന്ന ആ ഒരു ചങ്ങല അവൾ ബ്ലോക്ക് ചെയ്തു. കാര്യം അവൾക്ക് വ്യക്തമായി തന്നെ കാണായിരുന്നു നമ്മുടെ സോഹ അവന്റെ കൂടെ നിൽക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൾ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് അവൻ ഡോഡ് ചെയ്തു. ഈ സമയത്ത് സോഹ പറഞ്ഞു, മാസ്റ്റർ എനിക്ക് അവളെ വേണം, അവളുടെ ശരീരം എനിക്ക് വേണം. ഇതേ സമയം നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ചോദിക്കുകയും ചെയ്യും, അതുകൊള്ളാം, നിനക്ക് ഇപ്പോൾ ഒരു പെണ്ണിന്റെ ശരീരം വേണോ? അത് വേറെ സർക്കംസ്റ്റൻസ് ആയതുകൊണ്ടാണ്, അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അല്ല, ഒരു നിമിഷം വെയിറ്റ് ചെയ്യ്, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമില്ല, ഞാൻ പറയുന്നത് കേക്ക്. അല്ല, ഞാൻ എന്തിനാണ് നീ പറയുന്നത് വിശ്വസിക്കേണ്ടത്? അത് പിന്നെ ഞാൻ ആ കണ്ടത് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഇവിടേക്ക് വന്നത്. ഹോ, അങ്ങനെയാണോ? പക്ഷേ അതിന്റെ വില അത് കുറച്ച് വലുതായിരിക്കും. നീ താങ്ങുവോ? തീർച്ചയായും ഞാൻ താങ്ങാൻ തയ്യാറാണ്. ഞാൻ എന്ത് വിലയും തരാൻ തയ്യാറാണ്. പക്ഷേ അതിന് പകരമായി എനിക്ക് നിന്റെ പവർ ആവശ്യമുണ്ട്. നീ എന്നെ സഹായിക്കണം. അത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗായിരുന്നു. എന്റെ പവർ നിനക്ക് ആവശ്യമുണ്ടോ? അതെ, നിനക്ക് എന്റെ ശരീരം വേണമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് തരാനും തയ്യാറാണ്. പക്ഷെ അതിന് പകരമായി നീ നിന്റെ പവർ, ആ ഒരു ഇൻവിസിബിൾ ആയുള്ള ബീങ്ങിന്റെ പവർ എനിക്കും കൂടെ തരണം. അല്ല, നിനക്കപ്പോൾ ഇവരെ കേൾക്കാനും പറ്റുന്നുണ്ടോ? അവളുടെ സ്പിരിച്വലായി ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കാരണം ആ ഒരു മരണത്തിന്റെ വക്കത്ത് നിന്നപ്പോൾ. പക്ഷെ അതിന്റെ ഡിമോണിക്കായി പോലെ അല്ലെന്ന് എനിക്ക് തോന്നണത്. ആ സമയത്താണ് അവന്റെ മാസ്റ്റർ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. അതായത് ഒരു മന്ത്രവാദിയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി അവരുടെ കണ്ണുകളാണെന്ന്. നിനക്ക് എന്റെ സഹായം വേണമെന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്. അതെ, പക്ഷേ ഞാനെന്തിനാണ് നിന്നെ സഹായിക്കേണ്ടത്? ഇപ്പൊ എന്റെ മൂഡും അത്ര നല്ലതല്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ ബോഡീനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമല്ലോ. സോ ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കേണ്ടത്? ആ സമയത്ത് അവളുടെ കത്തി നിര പുറത്തേക്ക് എടുത്തു. നീ ശരിക്കും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. മോർട്ടൽ, പിന്നിലേക്ക് മാറ്. എന്ത്? അടുത്ത സെക്കൻഡിലാണ് ഒരറ്റാക്ക് അവന്റെ സൈഡിൽ കൂടെ പോയത്. അവൻ നേരെ ബാക്കിലേക്ക് ചാടി. കാര്യം അവിടെ മുഴുവൻ ത്രെഡ്സ് ആയിരുന്നു. നിനക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായോ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ നിന്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഹിഡൻ ഉള്ള സ്ലീവ് ഉണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു ഡാഗർ ടെക്നിക്ക് കണ്ടപ്പോഴേ അത് സിമിലർ ആയിട്ട് തോന്നി. അവൾ മർഡറസ് കിങ്ങിന്റെ ഡിസെൻഡന്റ് ആയിരിക്കും. മർഡറസ് കിങ്ങോ? അതവൾ കേട്ടു. നീ നീ ശരിക്കും ആരാണ്? നിനക്ക് എങ്ങനെയാണ് ദ മർഡറസ് കിങ്ങിനെ അറിയാവുന്നത്? ആ സമയത്ത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് കാര്യം പറയും. അതുപോലെ തന്നെ നമ്മുടെ ജിയോങ് കോപ്പി ചെയ്യുന്നുണ്ട്. അതുള്ള ദ കീൻ ഷാഡ് ഓഫ് ഫ്ലൈയിങ് ബ്ലേഡ് ആർട്ടും പിന്നെ ഈ ജോയിന്റെ മർഡറും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് അദ്ദേഹത്തിനെ ഓർക്കാത്തത്? അതും കൂടെ കേട്ടപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഓഫ് കോഴ്സ്, ദി മർഡറസ് കിങ്, അദ്ദേഹമാണ് ഞങ്ങളുടെ ഹൗസിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ യൂണിക് ആളൊരു മാർഷൽ ആർട്ട് സ്കില്ലുണ്ട്. സത്യം പറഞ്ഞാൽ ജോയിന്റ് മർഡർ അത് വാക്കാൽ മാത്രമാണ് ഇതുവരെ പാസ് ഡൗൺ ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് പോലും അതറിയാൻ ചാൻസ് ഇല്ല. കാര്യം ഹൗസ് മാസ്റ്റേഴ്സിനും സക്സസേഴ്സിനും മാത്രം അറിയാവുന്ന ഒരു കാര്യം ഇവൻ എങ്ങനെയാണ് അറിയാവുന്നത്? കാര്യങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുന്നു. നീ മര്യാദക്ക് അത് പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ ടോർച്ചർ ചെയ്യുന്ന അവള് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ജിയോങ് അവന്റെ കാലെടുത്ത് വെച്ച് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ആ സ്ഥലം തന്നെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞത്. ഈ ടൈമിൽ അവളുടെ ബാലൻസ് ഒന്ന് പോയി. പെട്ടെന്ന് ജിയോങ് അവളുടെ നേരെ പാഞ്ഞെടുത്തു. അവൾ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിസ്സാരമായി തന്നെ അവൻ ഡോഡ് ചെയ്തു. അടുത്ത സെക്കൻഡ് അവന്റെ കൈയുടെ തൊട്ട് മുമ്പേ അവളെ കിട്ടി പിടിക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൾ നേരെ മുകളിലേക്ക് ചാടിയത്. അവൻ നോക്കുന്നിടത്ത് അവൾ അവിടെ കൂടെ ചാടി നേരെ ബാക്കിൽ കൂടെ വന്ന് അവന്റെ തലയിൽ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. ഈ സമയത്താണ് ജിയോങ് പറയുന്നത്, നീ ശരിക്കും ഫാസ്റ്റ് ആണ്. എന്തിനാ പറയുന്നു? യോങ്കായിനെ കണ്ടും ശരിക്കും ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൾ ചെയ്ത അറ്റാക്ക് ഉണ്ടല്ലോ, അവനത് കടിച്ച് ബ്ലോക്ക് ചെയ്തു. ലിറ്ററലി അവൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് പെട്ടെന്ന് അവളുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് പൊക്കി അങ്ങോട്ട് എടുത്തു. ആ സമയത്ത് അവന്റെ വായിലാതുണ്ടായിരുന്നു. അവൻ നേരെ അത് നിലത്തേക്കിട്ടു. എന്നിട്ട് പറയുകയും ചെയ്യും, എന്റെ ദൈവമേ, നീ എപ്പോഴാണ് ഇത് ചെയ്തത്? കാര്യം അവൾ ഓൾറെഡി ജിയോങ്ങിന്റെ കഴുത്തിൽ കൂടെ ആ ഒരു ത്രെഡ് കെട്ടിയിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്ന നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലെന്ന്? എനിക്ക് എപ്പോഴാണെങ്കിലും നിന്റെ കഴുത്തിറക്കാൻ പറ്റും. അതുകൊണ്ട് മര്യാദക്ക് എന്നെ വീട്ടിട്ട് കാര്യം പറയുന്നതാണെന്ന് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ജിയോങ്
അവന്റെ കൈ കൊണ്ട് ആ ത്രെഡിലൊന്ന് തൊട്ടതേള്. അടുത്ത സെക്കൻഡ് അത് ബ്രേക്കായി. അവൾ ഞെട്ടിത്തെറിച്ചുപോയി. എന്റെ ഇന്റർണൽ എനർജിയാണ് ഈ ത്രെഡിൽ കൂടെ പോകുന്നത്. പക്ഷേ അതിങ്ങനെ പൊട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവനൊരു അറ്റാക്ക് ചെയ്ത് അവൾ നേരെ നിലത്തേക്ക് വീണു. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നീ ശരിക്കും പാസ്സായി. എന്ത്? സത്യം പറഞ്ഞാൽ സോഹക്ക് കൊടുക്കണമെന്നാണ് ആലോചിച്ചത്. പക്ഷെ ഞാൻ നിന്നെ നേരിട്ട് യൂസ് ചെയ്തോളാം. നീ എന്താണ് ഈ പറഞ്ഞു വിടുന്നത്? ആ സമയത്ത് അവന്റെ മുഖത്തുണ്ടായിരുന്ന ചോര അവൻ തൂത്തെടുത്ത് അവളുടെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ വെച്ചപ്പോൾ തന്നെ അവൾക്ക് വ്യക്തമായി അതൊരു പോയിസൺ ആണെന്ന് മനസ്സിലായി. അല്ല, ഇത് സാധാരണ ഒരു പോയിസൺ അല്ല, ഇത് ശരിക്കും ലീത്തലാണ്. എനിക്ക് എന്റെ എനർജി എത്ര പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അത് ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. നീ എന്റെ ലോയിലുള്ള ഒരു ഡോഗായി മാറണമെന്ന് പറഞ്ഞ് അവൻ ചവിട്ടി അവളെ നേരെ ബാക്കിലേക്ക് ഇട്ടു. നീ അതിനെ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള പവർ ഞാൻ നിനക്ക് തരാം. അല്ല, അതിന് നീ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഹാ, ഞാൻ അധികം ആൾക്കാരെയൊന്നും അങ്ങനെ വിശ്വസിക്കാറില്ല. അതിനു പുറമെ നീ തന്നെയല്ല ആദ്യം പറഞ്ഞത് നീ എന്ത് വില നൽകാനും തയ്യാറാണെന്ന്. അത് കേട്ടപ്പോഴാണ് അവളുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്ക് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. കില്ലിംഗ് സ്റ്റാർ. അല്ലച്ചാ, അതെന്തുവാണ്? അത് റെയർ ആയുള്ള ഒരു ബീങ് ആണ്. സെഞ്ചുറിയിൽ ഒരിക്കൽ മാത്രം ജനിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് ഈ ലൈഫിനോടോ എക്സിസ്റ്റൻസിനോടോ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റ് കാണത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു അസാസിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അല്ല, അതിനെയൊക്കെ ഒരു ടാലന്റ് ആയിട്ട് കൂട്ടുവോ? ഓഫ് കോഴ്സ്, ഉറപ്പായിട്ടും കൂട്ടും. കാര്യം ഒരാളുടെ ജീവൻ എടുക്കുന്നത് ഹെസിറ്റേറ്റ് ചെയ്തില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ നേരത്ത് അത് ആസ്വദിക്കുന്നത് ഒട്ടും നിസ്സാരമായ കാര്യമല്ല. മനസ്സ് കുലുങ്ങാതെ ഒരാളുടെ ജീവൻ എടുക്കുന്നതെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കാര്യം അവർ പ്യുവറുള്ള ഈവലായിരിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞത് മറക്കല്ലേ. നീ എങ്ങാനും ഒരു കില്ലിംഗ് സ്റ്റാറിനെ കണ്ടെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോണം. ഒരിക്കലും അവരുടെ കൂടെ കൂടാൻ പാടില്ല. നാശം, നാശം, ഞാൻ എന്താണ് ഈ ചെയ്തു വെച്ചത്? പിന്നെ കാണിക്കുന്നത് അവർ മൂന്നുപേരും കൂടെ നടക്കുന്നതാണ്. അതായത് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മോഹ ഹൗസും സ്കാലഡെത്തും അവർ രണ്ടുപേരും അവന്റെ സബോർഡിനേറ്റ്സ് ആയോ? ഇവൻ ശരിക്കും ആരാണ്? അവനെ പറ്റിയുള്ള റൂമർ എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. ഇതെല്ലാം യങ്ങസ്റ്റ് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നാശമൊക്കെ ഞാൻ നേരത്തെ കണ്ടത്. അല്ല, നീ എന്താണ്? അവൻ ശരിക്കും സീരിയസ് ആയിട്ടായിരുന്നു എല്ലാവരോടും മരിക്കാൻ പറഞ്ഞത്. അല്ല, അവൻ എന്നെ പറ്റി കെയർ പോലും ചെയ്യുന്നില്ലേ? സത്യം പറഞ്ഞാൽ അവൻ എന്നോട് വെറുപ്പുണ്ടായിരിക്കും. പക്ഷെ അവൻ ഇത്ര ഈവലായിരുന്നോ? അല്ല, അവൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? അതെന്തെങ്കിലും ആട്ടെ, ഇപ്പം എന്തായാലും അവനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും അവൻ എന്നെപ്പറ്റി നോക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ്? ഈ സമയം മുതൽ ഇനി ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ നോക്കണം. അതും പറഞ്ഞുകൊണ്ട് അവൻ പ്രാക്ടീസ് തുടങ്ങി. ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമായിരിക്കും പീക്ക് റെലത്തിലുള്ളതെന്നാണ്. പക്ഷേ ആ ഒരു എനർജി റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചധികം പേരെ സെൻസ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഈ വേൾഡ് ശരിക്കും വലുതാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണം. ഞാനിവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിനിയും സ്ട്രോങ്ങർ ആയിട്ട് മാറണമെന്ന് പറഞ്ഞ് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ അവിടേക്ക് കടന്നു വന്നത്. അത് കണ്ടിട്ട് മോക്ക് സോട്ട് മാനല്ല പോലെ ഉണ്ടല്ലോ. മാസാങ്, നീയോ? മോക്ക് യൂച്ചോൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ മോക്ക് സോട്ട് മാൻഡല്ലേ ഒരു കൊച്ചാണോ? ആൻഡ് നീ അങ്ങനെ ഒരാളാണെങ്കിൽ ഓർത്തഡോക്സ് മുറിമിൽ ഒരാൾ എന്താണ് ഈ ഒരു ബ്ലഡ് കോപ്സ് വാലിയിൽ ചെയ്യുന്നത്? അല്ല മാസാങ്, അവനൊരു ഫ്രണ്ടായിരുന്നു. നേരത്തെ അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായത്. അതുമാത്രമല്ല, ആ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനിൽ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഹെവൻ എർത്ത് അസോസിയേഷന്റെ കീഴിലുള്ള ഇവൻ എങ്ങനെയാണ് മോക്സോട്ട് മാനല്ലേ മാർഷൽ ആർട്ട് റെക്കഗ്നൈസ് ചെയ്തത്? ആ സമയത്ത് കുറച്ചു നേരം അവിടെ ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും, നിനക്ക് എങ്ങനെയാണ് അതറിയാവുന്നത്? അതിനോട് പ്രസക്തിയില്ല. ഞാൻ ചോദിച്ചതിന് പറ, നീ ഓർത്തഡോക്സ് മുറിമിലെ ഒരാളാണോ? ഇനി എങ്ങനെ മോക്സോട്ട് മാനർ ഓർത്തഡോക്സ് മുറിമിനെ ബിട്രേ ചെയ്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. നീ ഇവിടുത്തെ ഹയർ ആകാൻ വേണ്ടിയൊന്നല്ല വന്നത്. എന്ത്? നീ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? അത് കൊള്ളാം, നിനക്കപ്പം അറിഞ്ഞൂടെ, ഈ ഒരു ഫൈനൽ ട്രയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഹെവൻ എർത്ത് അസോസിയേഷനിലെ ഒരു ലീഡറിന്റെയോ അല്ലെങ്കിൽ 3 സെക്ട് ലീഡേഴ്സിന്റെയോ കീഴിൽ ഡിസിപ്ലിനായി ചേരാൻ സാധിക്കും. എന്ത്? എന്താണ് നീ പറഞ്ഞത്? നാശം, ഇപ്പോഴല്ല മനസ്സിലായത്. അവരെല്ലാരും അവരുടെ ജീവിതം റിസ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ആയുള്ള ഒരു ചാൻസ് ആണ് സോഷ്യൽ ലാഡറിലേക്ക് കയറാനായിട്ടുള്ളത്. ഹെവൻ എർത്ത് അസോസിയേഷന്റെ ടോപ്പ് പൊസിഷനിലേക്ക് കയറാനുള്ളത്. നാശം, ഞാൻ അതാണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്ര നേരം സർവേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ എനിമീസിന്റെ ലീഡറിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ കണ്ടിട്ട് നിനക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു. നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാനൊരു ഹോസ്റ്റേജ് ആയിരുന്നു. ഹോസ്റ്റേജോ? അവരെന്തിനാണ് ഹോസ്റ്റേജിനെ ഇവിടേക്ക് അയച്ചത്? അതെനിക്കെങ്ങനെ അറിയാനാണ്? അങ്ങനെയാണല്ലേ. പക്ഷേ നീ എന്താണ്? ശബ്ദിക്കരുത്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആദ്യം നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
എനിക്കറിയാം മോക്സോട്ട് മാനർ ഓർത്തഡോക്സിലെ ഒരു വലിയൊരു സെക്റ്റാണെന്ന്. പക്ഷേ നീ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഓർത്തഡോക്സ് മൂറും അലയൻസിന്റെ ഒരു സ്പൈ ആണ്. ഞാൻ ഹിഡൻ ഫോഴ്സിലുള്ളതാണ്. പെട്ടെന്ന് അവൻ ഞെട്ടി. ഓർത്തഡോക്സ് അലയൻസ്. ഈ ഓർത്തഡോക്സ് അലയൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അല്ല ആ 3 ഫോഴ്സസ് ഒന്നാണ്. അതായത് ഈ മുറും അലയൻസ്, പിന്നെ ഹെവൻ എർത്ത് അസോസിയേഷൻ, പിന്നെ അൺഓർത്തഡോക്സ് അലയൻസ്. ഇതിൽ മുറും അലയൻസ് എന്നറിയപ്പെടുന്നത് ഈ ഓർത്തഡോക്സ് മുറുവിനെയാണ്. ആൻഡ് ആ കൂട്ടത്തിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടും അണ്ടർ കവറുള്ള മിഷൻസും അസാസിനേഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഹിഡൻ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഓർത്തഡോക്സ് അലയൻസ് തന്നെ ഇങ്ങനൊരു ഫോഴ്സ് ഇല്ല എന്നാണ് പറഞ്ഞ് പരത്തിയത്. അതുകൊണ്ട് തന്നെ പലരും ഇത് വിശ്വസിച്ചിട്ടില്ല. പലരും ഇത് റൂമറാണെന്ന് മാത്രമാണ് കരുതിയത്. അപ്പോൾ ഇത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അല്ല, നീ ഇതിപ്പോൾ എന്നോട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നും, സിറ്റുവേഷൻ കുറച്ച് അർജന്റാണ്, അതുകൊണ്ടാണ്. എന്നെയും കൂടെ കൂട്ടി 15 പേരോളം ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കോപ്സ് ബ്ലഡ് വാലിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ ഞങ്ങൾ വിചാരിച്ചാലും കൂടുതൽ പേര് ഇവിടെ മരിച്ചിരിക്കുന്നു. ആദ്യത്തെ ട്രയൽ എല്ലാവരും തന്നെ പാസ്സായി. പക്ഷേ രണ്ടാമത്തെ ട്രയൽ 11 പേരോളം മരിച്ചു. ആൻഡ് നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു ഞാനിപ്പോൾ വിചാരിക്കുന്നു. അല്ല, ആ ഒരു വലിയൊരു മോൺസ്റ്റർ കാരണമാണോ? അങ്ങനെ പറയാൻ സാധിക്കും. പക്ഷേ അതിന് പുറമെ നിനക്കറിയാമായിരിക്കുമല്ലോ. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. നാശം, ഇവനീ പറഞ്ഞു വരുന്നത് ആ നാറി, അവനാണ് പ്രശ്നം. മോക്ക് ജോൺവുൺ. അവൻ ഞങ്ങളുടെ 11 പേരാണ് കൊന്നു കളഞ്ഞത്. കോപ്പ്, ഒരു കാര്യമില്ലായിരുന്നല്ലോ അവന്. നിങ്ങൾ രണ്ടുപേരും ഒരേ പേര് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരും മോട്ടീവ് ഒന്നായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവസാന ഗ്രൂപ്പിൽ അവൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോഴും എനിക്കത് മനസ്സിലായി. രണ്ടുപേരും, ഞാൻ ഇവിടേക്ക് വന്നത് ഒരു കാര്യം നിന്നോട് പറയാനാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റില്ലല്ല, ഹാഫ് ബ്രദേഴ്സ് ആയിരിക്കും. പക്ഷേ ഞാൻ മോക്ക് ജുൻവിനെ കൊല്ലാൻ പോകുകയാണ്. ഇത് ശരിക്കും അർജന്റായുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിന്റെ സഹായം തേടി ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനി മറ്റ് മാർഗമൊന്നുമില്ല. ഞങ്ങൾ അവനെ എന്തായാലും കൊന്നാൽ മാത്രമേ ഇനി മുന്നിലേക്ക്. അല്ല, അവൻ ശരിക്കും, എനിക്കറിയാം അവൻ ശരിക്കും ഒരു ഭ്രാന്തരാണെന്ന്. പക്ഷേ അതേ ഭ്രാന്തുള്ള ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരാൾ ചെല്ലുന്നുണ്ടായിരിക്കും. പിന്നെ കാണിക്കുന്ന ഒരു പെണ്ണവിടേക്ക് നടന്ന് പോകുന്നതാണ്. ഈ ഓർത്തഡോക്സ് മൂറും അലയൻസിൽ ഡിങ് റെജിമെന്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. അവർ ഈ ഹിഡൻ ഫോഴ്സിലെ ഒരു ടീമാണ്. സത്യം പറഞ്ഞാൽ ഈ സ്പെഷ്യൽ കോഡ് നെയിമിലാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. ആ കോഡ് നെയിമാണ് മോൺസ്റ്റേഴ്സ്. ഈ ഹിഡൻ ഫോഴ്സിൽ തന്നെ അത്രത്തോളം സ്ട്രോങ്ങർ ആയതുകൊണ്ടാണ് ഇവർ അറിയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു റീസൺ കൂടിയുണ്ട്. മോർട്ടൽ, നീ ഇനിയപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പോകുവാണോ? പിന്നെ റെസ്റ്റ് ചെയ്യണം, ആദ്യം മരിച്ചിട്ട് ചെയ്താൽ പോരെ. ഓ, ഇവൻ സത്യം പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെയല്ല. അല്ല, ഡിമോണിക് മോങ്കിനോട് പറഞ്ഞില്ലേ ബാക്കിയുള്ളവരെ? പെട്ടെന്നാണ് ഒരു ഡോർ തുറന്ന് അവൾ അകത്തേക്ക് വന്നത്. നീ ആരാണ്? നീയല്ലേ മോക്ക് ജിയോൺവോൺ? ആ പെണ്ണും ആ കൂട്ടത്തിൽ ഒരാളാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. സംസാരിക്കാനോ? കാര്യം കൗണ്ട്ലെസ് അല്ല സോഴ്സറിയും എക്സ്പീരിയൻസും അവളുടെ ശരീരത്തിൽ ചെയ്തുകൊണ്ട് അവൾക്ക് വേദന എന്തെന്ന് അനുഭവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ സ്ട്രേഞ്ച് ആയ ഒരു പേഴ്സണാലിറ്റി അവൾ ബിൽഡ് ചെയ്തെടുത്തു. അവൾ അവളുടെ ശരീരം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റുള്ളവരുടെ എൻജോയ്മെന്റ് അവൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായിരുന്നു നീ ഹ്യോങ് ഹോങ്യാൻ. എന്നാൽ അടുത്ത സെക്കൻഡ് നമ്മൾ കാണുന്നത് നമ്മുടെ ജിയോങ്ങും സോഹയും കൂടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവളുടെ ബോധം കിട്ട അവിടെ കിടക്കുമായിരുന്നു. അവളുടെ കണ്ണിൽ ഒരു പാടുണ്ടായിരുന്നു. ജിയോങ് ആട്ടെ അവളെ പുതപ്പ് കൊണ്ട് മൂടി. അല്ല മാസ്റ്റർ, ഇവളെന്തായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? എന്തായാലും തുണിയില്ലാതെ എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ്? അതല്ല മോന്തക്കെട്ടോറാണ് കൊടുത്തത്. ആ സമയത്താണ് ബ്രൂസ് വെയിൻ പറയുന്നത്, എടാ വിട്ടി, അവൾ നിന്നെ വശത്താക്കാൻ വന്നതാണ്. അല്ല, അങ്ങനെയും പറയാൻ പറ്റൂ. പിന്നെ നീ അത്ര ഇന്നസെന്റ് ആയിട്ടൊന്നും ആക്ട് ചെയ്യണ്ട. ഈ സമയത്ത് സോഹ അവനെ കളിയാക്കുന്നുണ്ട്. അല്ല, ഇനി എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ഇവളിനി എഴുന്നേക്കാൻ നിർത്തി ചോദിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ആ ടൈമിൽ സോഹനെ അവൻ നോക്കുകയും ചെയ്യും. എങ്കിൽ നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അടുത്ത സെക്കൻഡിൽ കാണുന്നത് അവർ നേരെ അവിടേക്ക് ഓടി വരുന്നതാണ്. നാശം, താമസിക്കാതെ തരുന്നാൽ മതിയായിരുന്നു. ഈ സമയത്ത് അവൻ പറയും ചെയ്യും, മോക്ക് ജോൺവൂൺ, അല്ല, ഒരു വട്ടം എന്നോടൊന്നും ക്ഷമിക്ക്. എനിക്കും അവൻ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഇങ്ങനെ അവസ്ഥ വരുന്നത് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ എൻ്റെ ബ്രദർ കൂടെയല്ലേ. അതുകൊണ്ട് ഞാൻ അവൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്ക്. നാശം വെക്കുക. എങ്കിൽ വാ, എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാം. അവൾ അവിടേക്ക് പോയിട്ടുണ്ട്. ശരിക്കും എങ്കിൽ വാ, ഇപ്പൊ തന്നെ പോകാം. എനിക്ക് അവൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷേ നീ ശരിക്കും റൈച്ചസ് ഉള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചാൻസ് നിനക്ക് തരുന്നത്. കോപ്പ്, അവൻ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ഞങ്ങൾ രണ്ടുപേരും ഓർത്തഡോക്സ് എന്നായതുകൊണ്ട് തന്നെ അവൻ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മുന്നിലേക്ക് ഓടി വന്നപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാരെ കണ്ടത്. അല്ല, അതെന്ത് പറ്റുവാണ്? അവിടെ ആരണ്ടൊക്കെ വലിച്ചു വെച്ചോണ്ട് വരുന്നുണ്ടല്ലോ. നാശം, അതൊട്ടും തന്നെ നല്ലതല്ല. ആ കൊണ്ടുവരുന്നത് അത് അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ബാക്കിയുള്ള സ്പൈസിനെയാണ്. എന്ത്? ഹിഡൻ ഫോഴ്സിലെ ബാക്കിയുള്ളവരെയോ? അതെന്തായാലും കൊള്ളാം. നീ അങ്ങനെ തന്നെ ചെയ്തില്ലേ? അല്ല, ആ കാണുന്നത്, നീ ഇത്ര പെട്ടെന്നാണ് ഈ സ്പൈസിനെയൊക്കെ കണ്ടെത്തിയത്. നിന്നെ ശരിക്കും പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. മോക്ക് ജുൺവുഡ്, നീ എന്താണ് ചെയ്തത്? പിന്നെ കാണിക്കുന്നത് ഒരു 15 മിനിറ്റ് മുമ്പുള്ള കാഴ്ചയാണ്.
അപ്പൊ പറഞ്ഞു വരുന്നത് ഇവളൊരു സ്പൈ ആണ്. ഓർത്തഡോക്സ് അലയൻസിന്റെ ഹിഡൻ ഫോഴ്സ് ആണല്ലേ. അവർ ഈ സ്ഥലത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തതാണ്. അതെ മാസ്റ്റർ. ഞാനുള്ള മെമ്മറി കംപ്ലീറ്റ്ലി പരിശോധിച്ചു. ഇവളെയും കൂടെ കൂട്ടി ഇപ്പൊ 4 സ്പൈസ് ആണ് ഇവിടെയുള്ളത്. വെഡ്ഡികൾ. സത്യം പറഞ്ഞാൽ സ്പൈസിന് പരസ്പരം അറിയാൻ പോലും പാടില്ല സ്പൈസ് ആയിരിക്കുമെന്ന്. ഇതെന്താണ്? ഞാൻ എഗ്രി ചെയ്യുന്നു. അല്ല അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഈ ആൾക്കാരൊക്കെ ഓർത്തഡോക്സ് മുറിമെന്നും അൺഓർത്തഡോക്സ് മുറിമെന്നൊക്കെ പറഞ്ഞ് രണ്ടായിട്ട് വിഭജിക്കാറുണ്ടല്ലേ. നീ അത്ര ചെറുതാക്കി അതിനെ കണ്ട നിനക്ക് തോന്നും. പക്ഷെ അത് അത്രത്തോളം സ്കേറിയുള്ള ഒരു കാര്യമാണെന്ന് ബ്ലൂ സ്പിരിറ്റ് പറയും. രണ്ട് സൈഡിലെ ആൾക്കാർ വിചാരിക്കുന്നത് അവരാണ് ശരിയെന്നാണ്, അവരുടെ ഭാഗത്താണ് ശരിയെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ശരി തെളിയിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. ഈവൻ അവരുടെ ജീവൻ പണയം വെക്കാനും തയ്യാറാണ്. അതുപോലത്തെ സാഹചര്യങ്ങളിലേക്കാണ് അവർ ജനിച്ച് വീഴുന്നത്. മനസ്സിലായി, മനസ്സിലായി. വെറുതെ അല്ലായിരുന്നു ആ മോക്ക് സോണിലെ ആൾക്കാരൊക്കെ അങ്ങനെ ബിഹേവ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇനി ഞാനെന്ത് ചെയ്യും? ആ ടൈമിൽ ബ്ലൂ സ്പിരിറ്റ് ചോദിക്കുകയും ചെയ്യും. അല്ല ഇനി നീ എന്ത് ചെയ്യാൻ പോണ്? അവരെന്തായാലും നിന്നെ വെട്ടം വരാൻ ചാൻസ് ഉണ്ട്. ശരിയാണ്, അവരെ ഇപ്പൊ കൊല്ലുന്നതാണ് നല്ലത്. മാസ്റ്റർ ഞാൻ അങ്ങോട്ട് പോയി അവരെ തീർത്തേക്കട്ടെ? അല്ലേ വേണ്ട, നമുക്ക് മറ്റൊരു മാർഗമുണ്ട്. എനിക്ക് അതിൽ മികച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, നീ എല്ലാരെയും കണ്ടെത്തിയില്ലെന്നും പറഞ്ഞ് അവനെ പ്രശംസിക്കുന്നതാണ് പിന്നെ കാണുന്നത്. ഞാനെന്തിനാണ് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുക്കുന്നത്? കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവർ തന്നെ വന്ന് പിടിച്ചോളും. ചുരുക്കം പറഞ്ഞ ഒരു കല്ലില് 2 പക്ഷി എന്ന പോലെ. ഈ സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ അവനെ കാണുന്നത്. ആ സമയത്ത് അവൾ പറയും ചെയ്യും, ദേ അവനും ആ കൂട്ടത്തിൽ ഒരാളാണ്. അടുത്ത സെക്കൻഡ് അവൻ നേരെ തിരിച്ച് ഓടാനും തുടങ്ങി. ഗാർഡ്സ് ആട്ടെ അവനെ ഫോളോ ചെയ്യാനും തുടങ്ങി. നമ്മുടെ യങ്ങസ്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നുപോയി. യങ്ങസ്റ്റ് ഈ സമയത്ത് മോക്കിനെ നോക്കുന്നുണ്ടെങ്കിലും അവനോട്ടെ ചുമ്മാ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോക്ക് ജോൺ വൂൺ. യങ്ങസ്റ്റിനെ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിക്ക്, നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നു. നീ എന്താണ് ഈ ചെയ്ത കുട്ടിയെന്ന് നിനക്ക് വല്ല അറിയാവോ? അതൊരു ഓർത്തഡോക്സ് അലയൻസ് ആയിരുന്നു. നീ ശരിക്കും ഇമ്മച്ചുറാണ്. എന്ത്? നിന്റെ ഫീലിങ്സ് നിന്നെ ശരിക്കും പിടിച്ച് ബാക്കിലേക്ക് വലിക്കുവാണ്. അപ്പൊ പിന്നെ നീ വിഡ്രോ ചെയ്തത് എന്തുവാണ്? നിന്നെ കളിയാക്കുകയാണ്. ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. നീ എന്താണ് വിചാരിച്ചത്? ദ കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ അവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നോ? ഇവര് സ്പൈസ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കാര്യം അവര് രണ്ടാമത്തെ ട്രയലിന് ശേഷം കോപ്സ് ബ്ലഡ് വാലി മാസ്റ്റർ ഇവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല. അതും കൂടെ കേട്ടപ്പോൾ യങ്ങസ്റ്റ് വീണ്ടും ഞെട്ടിത്തെറിച്ചു പോയി. ഇതൊരു വാണിംഗ് ആണ്. നമ്മൾ രണ്ടുപേരും മോക്ക് സോട്ട് മാനൽ ആയതുകൊണ്ട് മാത്രം നിനക്ക് തരുന്ന വാണിംഗ്. നീ അനാവശ്യമുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും മാത്രമേ നിനക്കിവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ പോകുകയാണ്. നാശമുക്ക്. നിനക്ക് ഈ ഒരു കോപ്സ് ബ്ലഡ് വാലിയുടെ പർപ്പസ് എന്താണെന്ന് അറിയോ? ആ സമയത്ത് ജങ് അവിടെ നിന്നു. അല്ല അത് ഞാൻ എന്തിനാണ് അറിയുന്നത്? യങ്ങസ്റ്റിന് തിരിച്ച് ഒന്നും തന്നെ പറയാൻ പറ്റിയില്ല. ഈ ടൈമിൽ ബ്ലൂ സ്പിരിറ്റ് പറയും ചെയ്യും, നിനക്ക് അവനും കൂടെ അങ്ങോട്ട് കൊല്ലാൻ മേലായിരുന്നോ? വേണ്ട, തൽക്കാലം വേണ്ട. ഞങ്ങൾ രണ്ടുപേരും മോക്ക് സോളിലല്ലേ. ഞാനിപ്പോൾ അവനെ കൊന്നു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയുള്ള അറ്റൻഷനും സസ്പീഷ്യൻസും ഞാൻ എൻ്റെ മേലിലുണ്ടാക്കും. തൽക്കാലം അവനെ അങ്ങനെ തന്നെ നമുക്ക് വിട്ടേക്കാം. മോക്ക് ജിയോൺ വൂൺ. എന്തു പറ്റി? വാലി മാസ്റ്ററിനെ നിന്നെ കാണണമെന്ന് പറഞ്ഞു. അതവനെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസാണ്. ആ കണ്ണാടിയുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം കത്തിത്തീർന്ന ഒരു അവസ്ഥയിലാണ്. വാലി മാസ്റ്റർ അവനെ ഞങ്ങൾ കൊണ്ടുവന്നു. ആ അടുത്ത സെക്കൻഡ് ആ മാസ്ക് വെച്ചിട്ട് അവൻ പറയും ചെയ്യും, അവനെ ഉള്ളിലേക്ക് കടത്തിവിടൂ. അങ്ങനെ ജിയോങ് നേരെ അകത്തേക്ക് വന്നു. ബാ, വന്നിരിക്കൂ, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.